ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ബ്രൗണിൻ്റെ റെസിപ്പി കാണാം. അതിന് 100 ഗ്രാം ബട്ടർ, 200 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, ഇത് രണ്ടും കൂടി ഒരു ബൗളിൽ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ചൂടാക്കാൻ വെക്കുക. ഓവനിലോ ഗ്യാസ്മിലോ വെക്കുക. 1 മിനിറ്റ് ചൂടാക്കിയാൽ അത് അലിഞ്ഞ് വരും. ഗ്യാസ്മിൽ വെക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചോക്ലേറ്റ് മിക്സ് ചെയ്താൽ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചുകൊണ്ട് അലിയിച്ചെടുത്താൽ മതി. ഇനി പൊടികൾക്ക് തയ്യാറാക്കാം. 1/2 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് മൈദ, അതിലേക്ക് 2 ടീസ്പൂണ് കൊക്കോ പൗഡർ, ഹെർഷീസിൻ്റെ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്തത്. ഇത് ചോക്ലേറ്റ്, നല്ല ചോക്ലേറ്റ് എടുക്കുക. പിന്നെ 4 മുട്ട. പൊടിച്ച പഞ്ചസാരയോ ബ്രൗൺ ഷുഗറോ ഉപയോഗിക്കുക നല്ലത്. ഞാൻ 8 ഇഞ്ചിൻ്റെ ട്രേയിൽ ബേക്കിംഗ് പേപ്പർ ഓയിൽ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട നല്ലോണം ബീറ്റ് ചെയ്യുക. അതിലേക്ക് വാനില എസൻസും പൊടിച്ച പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് കൊക്കോ പൗഡർ, മൈദ മിക്സർ അതിലേക്ക് ചേർക്കുക. പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റും ബട്ടറും അതും ചേർക്കുക. എന്നിട്ട് അത് നല്ല ബീറ്റ് ചെയ്തതിന് ശേഷം അതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ചോക്ലേറ്റ് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 30 മിനിറ്റ് കൂടി വെച്ച് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് റെഡി ആകുമ്പോഴേക്കും നമുക്കൊന്ന് പുറത്ത് പോയി വന്നാലോ. അപ്പോഴേക്കും അത് റെഡി ആവട്ടെ. ഇതെല്ലാം കണ്ടു വന്നപ്പോഴേക്കും നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തത് സെറ്റായിട്ടുണ്ട്. ടൈമൊക്കെ ക്ലിയർ ആയിരുന്നു. 30 മിനിറ്റ് കൊണ്ട് ബ്രൗണി ആയിട്ടുണ്ട്. ഞാനതൊരു കത്തിയെടുത്ത് കുത്തി നോക്കി, പിടിക്കണമൊന്നുമില്ല. അപ്പോൾ ഉള്ളൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടാറാൻ വെക്കാം. വെച്ചതിന് ശേഷം നമുക്കതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ബേക്കിംഗ് പേപ്പറൊക്കെ ഒന്ന് ഊരിയെടുക്കുക. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കഷ്ണങ്ങളാക്കി അതിൻ്റെ മേലെ ന്യൂട്ടെല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു. അത് മോളാണ് ചെയ്യുന്നത്. അതിൻ്റെ മേലെ പീനട്സിലെ കടല അത് ചെറുതായി നുറുക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹാൾനട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കടല പൊടിച്ചിട്ട് അതാണ് ഇട്ട് കൊടുത്തത്. ഇതായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഈസി ആയിട്ട് ബ്രൗണി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.